കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടന എന്നുള്ള വാക്ക് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതൊരു കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയമാണ്. പക്ഷേ ഇപ്പോൾ അത് കുറെ കൂടി വേഗത്തിലാക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നു. ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്താൻ ഒരുങ്ങുന്നു സംസ്ഥാന നേതൃത്വം. പട്നയിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുക. വിശാല പ്രവർത്തക സമിതി യോഗത്തിന്റെ ഇടവേളയിലാണ് ചർച്ചകളൊക്കെ നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ധനസുമോദ് നൽകുന്നത്. വിശദാംശങ്ങൾ ധനസുമോദിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ധനസുമോദ്, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താതെ സ്ട്രഗിൾ ചെയ്യുന്ന കേരള ഘടകത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇപ്പോൾ പട്നയിൽ വിശാല പ്രവർത്തക സമിതി നടക്കുമ്പോൾ അതിനിടയിൽ കൂടി ഈ ചർച്ചകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ആരായുകയാണ് കോൺഗ്രസ്, അല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് ശേഷം സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾ വന്നതിന് ശേഷം 4 മാസം കഴിഞ്ഞു. അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ സഹഭാരവാഹികൾ കൂടിയേ തീരൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഡൽഹിയിലേക്ക് എത്തി ഏകദേശം ധാരണയായതിനു ശേഷം MP-മാരുമായി ചർച്ച നടത്തി, പിന്നീട് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി കഴിഞ്ഞപ്പോഴാണ് ചില DCC പ്രസിഡന്റുമാരുടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ചർച്ചയിലടക്കം അവരുടെ നിയോഗിക്കുന്നതിലടക്കം വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഈ നേതാക്കന്മാർക്ക് തമ്മിലുണ്ടായത്. അതോടുകൂടി ഈ നാട്ടിൽ പോയി വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷം ഇക്കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫ് ഇതിനിടയിൽ തന്നെ പല നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് പുനഃസംഘടന ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ആ പ്രശ്നമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൽ ഒരു കൃത്യമായൊരു നടപടി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പുനഃസംഘടന എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുകയാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇല്ലാതായിട്ട് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞു, മാസമായി. പക്ഷേ അതിൽ പോലും ഒരു പുതിയ അധ്യക്ഷനെ നിയോഗിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തേണ്ട ഒരു സമയത്താണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അതിങ്ങനെ നാഥറില്ല കളരിയായി തീർന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ ആരായാലും എത്രയും വേഗം തീരുമാനമുണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ ആവശ്യം. സണ്ണി ജോസഫ് ഇതിനകം തന്നെ പാട്നയിലെത്തിയിട്ടുണ്ട്. VD സതീശൻ എത്തുന്നതേയുള്ളൂ. കേരളത്തിന് ചുമതലയുള്ള ദീപാദാസ് മുൻഷി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി ഏതൊക്കെ DCC പ്രസിഡന്റുമാരെ നിലനിർത്താനും ഏതൊക്കെ DCC പ്രസിഡന്റുമാരെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് സുമോ? ഇപ്പോൾ പ്രധാനമായും ഈ തിരുവനന്തപുരം DCC പ്രസിഡന്റിനെ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇടുക്കി, അതുപോലെ കൊല്ലം തുടങ്ങിയ ദുർബലമാരായിട്ടുള്ള ഒരു DCC പ്രസിഡന്റുമാരെയും വെച്ചുകൊണ്ട് ഈ തരത്തിലുള്ള മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രധാന പ്രശ്നം. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു DCC പ്രസിഡന്റിനെ തൊട്ടാൽ തന്നെ ഇത് മറ്റു CPM-ഓ CPI-യോ പോലെ ഒരു പാർട്ടിയല്ല. ഒരു സംഘടനാ തലത്തിലേക്ക് തന്നെ ഒരു അധ്യക്ഷനെ ജില്ലാതലത്തിൽ നിയോഗിക്കുമ്പോൾ മറ്റു ജില്ലയിലെ ഒരു സമവായം, ആ തരത്തിലുള്ള ഒരു സന്തുലിതാവസ്ഥ, അത് സമുദായ സന്തുലിത ആകാം, ചില ഗ്രൂപ്പുകളുടെ പരിഗണന ഒരു പരിധിവരെ ലഭിക്കാം. ആ തരത്തിലുള്ള സംഘടന കൂടുതൽ കുഴമറിയുന്നത് ഇത്തരത്തിലുള്ള സന്തുലിതം പാളുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല നീങ്ങുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരമാണ് ആദ്യ ചർച്ചയ്ക്കെടുത്തത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഇടയിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൂടെ ചർച്ച പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് പക്ഷേ എങ്കിലും വേഗത്തിലാക്കണം എന്നുള്ള ഒരു ചർച്ച തന്നെയാണ് ആവശ്യമുള്ളത്. അത് പ്രത്യേകിച്ച് സഹഭാരവാഹികൾ നിയോഗിക്കുക, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നിയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെങ്കിലും അതിവേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ആവശ്യം.